സർ, മീഡിയ വണ്ണിലെ ജിമ്മി ജെയിംസ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിനോട് പ്രതികരിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുപോലെയുള്ള അധിക്ഷേപങ്ങളിലൂടെ വളർന്നു വന്ന ഒരു ലോക നേതാവാണ്. അതായത് ജിമ്മി ജെയിംസ് മുതൽ അമേരിക്കൻ പ്രസിഡന്റ് വരെ ഉള്ള ആൾക്കാർ മോദിയെ ആക്ഷേപിച്ചിട്ടേയുണ്ട്. നമുക്ക് പഴയ ഒരു കാര്യം ഒന്ന് ഓർമ്മിച്ചെടുക്കാം. അതായത് അമേരിക്കയിൽ പോകാൻ നരേന്ദ്രമോദി ചിന്തിക്കാതിരുന്ന ഒരു കാലഘട്ടം. അന്ന് അമേരിക്കൻ വിസ നരേന്ദ്രമോദിക്ക് നിഷേധിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ വലിയ വാർത്തയായിരുന്നു. അമേരിക്കയിൽ കടക്കാൻ പറ്റില്ല, അമേരിക്കൻ വിസ നരേന്ദ്രമോദിക്ക് നിഷേധിച്ചു. ഇതായിരുന്നു വാർത്ത. അവസാനം അദ്ദേഹം അത് പ്രതികരിച്ചില്ല. അവസാനം ആൾക്കാര് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് കുത്തി ചോദിച്ചു, അതെന്താ അന്ന് പ്രതികരിക്കായിരുന്നു? അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്, അമേരിക്കയിൽ പോകാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, ഞാൻ വിസയ്ക്ക് അപേക്ഷിച്ചിട്ടില്ല, എനിക്ക് വിസയും വേണ്ട, അമേരിക്കയിലും പോകണ്ട. അങ്ങനെയുള്ള ഒരു കാലത്ത് അമേരിക്കൻ വിസ എനിക്ക് നിഷേധിച്ചു എന്ന് പറയുന്ന വാർത്തയോട് ഞാനെന്തിന് പ്രതികരിക്കണം? ഇത് ആണ് നരേന്ദ്രമോദിയുടെ ചരിത്രം. എത്രമാത്രം അദ്ദേഹം എതിർക്കപ്പെടുന്നോ, വിമർശിക്കപ്പെടുന്നോ, ആക്ഷേപിക്കപ്പെടുന്നോ അത്രമാത്രം അദ്ദേഹം വളരുകയാണ് ചെയ്തത്. ചായക്കടക്കാരൻ എന്ന അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ചതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറിയത്. അദ്ദേഹം അത് സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, ഞാനൊരു ചായക്കടക്കാരനാണ്. ആ ചായക്കടക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ എത്തണമെങ്കിൽ കോൺഗ്രസിലൂടെ സാധിക്കില്ല, അതിന് BJP തന്നെ വേണം. ഇതായിരുന്നു മറുപടി. ഇവിടെ ഈ മീഡിയ വൺ ഉദ്ദേശിക്കുന്നത് അവര് ഏതാണ്ട് തീർന്നിരിക്കുകയാണ്. സ്വന്തം സ്റ്റാഫിന് ശമ്പളം കൊടുക്കാനില്ല, വാടക കൊടുക്കാനില്ല, ഏതാണ്ട് അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നരേന്ദ്രമോദിയെ 4 ചീത്ത പറയുക എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും പ്രബുദ്ധ മലയാളി പിന്നെ അതെടുത്ത് ചർച്ച ചെയ്തോളും. അപ്പോൾ നമുക്ക് വ്യൂവർഷിപ്പ് കൂടും. അങ്ങനെ മരണശയ്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചാനലിൽ നിന്ന് പിടഞ്ഞെഴുന്നേക്കാൻ അവസരം കിട്ടിയെങ്കിലോ എന്നൊക്കെ ഉപയോഗിച്ചുള്ള ഒരു തന്ത്രമാണ് അത്. അതവർ തുടരട്ടെ. അവര് ജന്മമെടുത്തത് തന്നെ അതിനു വേണ്ടിയാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ആജന്മ ദൗത്യം അവർ നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് എത്രമാത്രം ശക്തമാകുന്നോ, എത്രമാത്രം രൂക്ഷമാകുന്നോ, എത്രമാത്രം നികൃഷ്ടമാകുന്നോ അത്രമാത്രം അത് BJPക്ക് നരേന്ദ്രമോദിക്കും ഗുണകരമായിട്ട് വരും. ഈ പബ്ലിസിറ്റിയിൽ ഒരു തിയറി ഉണ്ട്, നെഗറ്റീവ് പബ്ലിസിറ്റി, പോസിറ്റീവ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞ രണ്ടെണ്ണം ഇല്ല. പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും ആരാധിച്ചാലും ആക്ഷേപിച്ചാലും ഫലം ഒന്ന് തന്നെയാണ്. അദ്ദേഹം കൂടുതൽ അറിയപ്പെടും, അദ്ദേഹം കൂടുതൽ ചർച്ച ചെയ്യപ്പെടും, അതോടൊപ്പം പാർട്ടിയും വളരും. ഇതാണ് ഈ ഇതിനോടുള്ള ഒരു പ്രതികരണം. അതിനുശേഷം ജിമ്മി ജെയിംസ് പറയുന്നുണ്ടായിരുന്നു, ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് തന്നെ ചിലപ്പോൾ റദ്ദ് ചെയ്ത് കളയും, നോട്ട് നിരോധിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദ് ചെയ്ത് കളയും എന്നൊക്കെയാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസത്തെ കേരളത്തിലെ വോട്ടെടുപ്പിന് ശേഷം ഒരു ബിഷപ്പ് ഇത് പറഞ്ഞത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പിന് വന്ന് വോട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം ഇനി ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് ഇല്ലെന്നാണ് കേട്ടത്. അതുകൊണ്ട് അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ വോട്ട് ചെയ്യാൻ വന്നതാണ്. ആരാ പറയുന്നത്? ഒരു ബിഷപ്പാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊക്കെ എടുത്തു പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തിനും കൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി തെരഞ്ഞെടുപ്പില്ല എന്നും തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യുമെന്നും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യക്കാരും ഇന്ത്യക്കാരല്ലാത്തവരും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അതൊക്കെ ചിരിക്കാൻ ഉപയോഗിക്കാവുന്ന ചില കമന്റുകളായി മാത്രമാണ് നമ്മൾ പരിഗണിക്കുക. അപ്പോ യഥാർത്ഥത്തിൽ BJP നേതാക്കളൊന്നും തന്നെ ഇതിനെതിരെ പ്രതികരിച്ച് കണ്ടില്ല കേരളത്തിലെ. അതിന്റെ കാരണമുണ്ട്. അതായത് ആരെങ്കിലും ഒന്ന് പ്രതികരിക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് വിവാദം ഉണ്ടാവണം, അങ്ങനെ ഞാനും എന്റെ ചാനലും പ്രശസ്തിയിലേക്ക് എത്തണം, എനിക്ക് വ്യൂവേഴ്സിനെ കിട്ടണം, കാശാകണം. ഇതാണ് ഇതിന്റെയൊക്കെ പുറകിലുള്ള കാര്യം. അപ്പൊ പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മളിതിനെ ചാടി ഇറങ്ങി അവരിങ്ങോട്ട് വിളിച്ച ചീത്ത 4 എണ്ണം തിരിച്ച് അങ്ങോട്ട് വിളിച്ചു കഴിയുമ്പോൾ അവൻ ജയിച്ചു. അതാണ് ഈ സമരം നടത്തുന്ന കാലത്ത് സമരക്കാർ ചെയ്യുന്ന ഒരു തന്ത്രമുണ്ട്. സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുന്നു, ജാഥ നടത്തുന്നു, സമര സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പോലീസ് തടയുന്നു, ബാരിക്കേഡ് വെക്കുന്നു,
അപ്പോ പരിപാടി അവിടെ തീർന്നുപോയി. പത്രക്കാരും ചാനലുകാരും ഒക്കെ പതുക്കെ പിരിഞ്ഞു പോകാൻ തുടങ്ങിയാൽ ഈ ഉദ്ദേശം നടക്കില്ല, നാട്ടുകാരറിയില്ല. അപ്പൊ എന്താ ചെയ്യുക? ബാരിക്കേഡിന് മുകളിൽ ചാടി കയറും, പോലീസിനെ 4 കല്ലെറിയും. അത്രയൊക്കെ ആയി കഴിയുമ്പോൾ അവര് ജലപീരങ്കി ഉപയോഗിക്കും. ഈ ജലപീരങ്കി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. അപ്പൊ മടങ്ങിപ്പോകാൻ തുടങ്ങിയ ചാനലുകാരും പത്രക്കാരും ഒക്കെ തിരിച്ചു വരും. എന്നിട്ട് ഈ ജലപീരങ്കി പ്രയോഗത്തിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് പിറ്റേ ദിവസം പത്രത്തിൽ വാർത്ത വരും എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ് ഇത്. അപ്പൊ എന്തെങ്കിലും ഒരു ബഹളം കൂട്ടി എങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധ ആകർഷിച്ച് നമ്മുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഒന്ന് 4 പേര് കാണണം, അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന് പ്രതികരിച്ച് കൂടുതൽ മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവഗണിക്കുക എന്നുള്ളതാണ്. ഏതൊരു പ്രതികരണത്തോടും ചെയ്യാവുന്ന ഏറ്റവും ക്രൂരമായ പ്രതിക്രിയ എന്ന് പറയുന്നത് ഇത്തരം പ്രതികരണങ്ങളെ അവഗണിക്കുക എന്നുള്ളതാണ്. ഈ ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അദ്ദേഹം ഏഷ്യാനെറ്റിലാണല്ലോ തുടക്കം. അന്ന് മുതൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അദ്ദേഹത്തെ? ഞാൻ അദ്ദേഹത്തെ നോക്കിയിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആദ്യമായിട്ടാണ് ഇപ്പൊ കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും നിരന്തരമായിട്ട് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരാളെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. അല്ലാതെ ഇദ്ദേഹം ഒരു ശ്രദ്ധേയനായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരിടത്തും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഈ അയാൾ എന്തെങ്കിലും ഒരു സംതിങ് ആയിരുന്നുവെങ്കിൽ, എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ആളായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. ഇപ്പോഴാണ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു അഭ്യാസം, അത്രയേ ഉള്ളൂ. മുൻപ് അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ചർച്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണല്ലോ. കാന്തപുരത്തിനെതിരെ അദ്ദേഹത്തിന് കാന്തപുരത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ഒരു ചർച്ച നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അന്ന് അദ്ദേഹത്തിന്റെ നിലപാട് മറ്റൊന്നായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെ ആയിത്തീരാനുള്ള കാരണം എന്തായിരിക്കും? അത് സാമ്പത്തികമാണ്. അതായത് ഈ ചാനലിലെ അവതാരകർ എന്നൊക്കെ പറയുന്നത് അതിന്റെ ഉടമസ്ഥരല്ല. പലരും ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഈ ചാനലിന്റെ ഉടമസ്ഥന്മാർ വേറെയാണ്. അവരെ നമുക്ക് കാണാനൊന്നും പറ്റില്ല. ചിലരെയൊക്കെ കാണാം. ചില ഉടമസ്ഥന്മാർ ചാനലിൽ തന്നെ വന്ന് ഇരിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കാണാം. പക്ഷെ അത് ചുരുക്കുക. ഒരു 99% ചാനൽ ഉടമസ്ഥന്മാരും ചാനലിൽ പ്രത്യക്ഷപ്പെടാറില്ല. അവരാരാണെന്നും അറിയത്തില്ല. അപ്പോ റിപ്പോർട്ടേഴ്സ് ആയിട്ട് വരുന്നവരാണ് കാണപ്പെടുന്നതും അറിയപ്പെടുന്നതും. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കും, ഇത് ഉടമസ്ഥനാണ്, അല്ല ഇയാളാണ് ഇത് നടത്തുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഞാനിപ്പോ ഉദാഹരണം ഒന്നും പറയണ്ട, കേരളത്തിലെ 99% ചാനലുകളും അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇയാൾ കുറച്ചാൾ അവിടെ നിന്ന് കഴിയുമ്പോൾ അയാൾക്ക് ശമ്പളം കുറവാണ്, അല്ലെങ്കിൽ ശമ്പളം ഇച്ചിരി കൂടുതൽ വേണം എന്നൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രകടനം കുറെ കൂടെ നല്ലതാണെന്ന് തോന്നിയാൽ മറ്റ് ചാനലുകാർ ഇയാളെ വിളിക്കും. എന്നിട്ട് കൂടുതൽ ശമ്പളം, മറ്റ് സൗകര്യങ്ങളൊക്കെ ഓഫർ ചെയ്യും, പദവികൾ കൊടുക്കും. അപ്പൊ ഇയാൾ ഈ ചാനലിൽ നിന്ന് മാറി ആ ചാനലിലോട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ഇയാൾ പറയേണ്ടത് വേറെ ചില കാര്യങ്ങളായിരിക്കും. കാരണം ഒരു ചാനൽ തുടങ്ങുന്നത് മാധ്യമം എന്നുള്ള നിലയിലല്ല, ബിസിനസ് എന്നുള്ള നിലയിലാണ്. പത്രം തുടങ്ങുന്നതൊക്കെ പണ്ട് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ മുമ്പ് പത്രങ്ങൾ തുടങ്ങുന്നത് ഒരു പത്രധർമ്മം, ദേശസേവനം, ദേശീയത ഇതൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത, ചാനലാണെങ്കിലും പത്രമാണെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനമാണ്. അപ്പൊ അവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വാർത്തകളാണ്. അതല്ലാതെ വാർത്താധർമ്മം, പൗരധർമ്മം, രാഷ്ട്രസ്നേഹം ഇതൊന്നുമല്ല, പ്രോഡക്റ്റ് ആണ്. അപ്പൊ ആ പ്രോഡക്റ്റ് സെൻസേഷണലാക്കി വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പൊ കൂടുതൽ കാശ് കിട്ടുന്ന ചാനലിലോട്ട് പോകും. അവിടെ ഇരുന്ന് അവിടുത്തെ മുതലാളി പറയുന്നതനുസരിച്ച് വർത്താനം പറയും. അതല്ലാതെ നിലപാട് മാറ്റത്തിന് അതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നുമില്ല.